റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം 73 സമുദായമാകും. റസൂൽ പറഞ്ഞ എൻ്റെ സമുദായം 73 സംഘമാകും. അതിൽ ഒരു സമുദായം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദൻ എന്ന് പറഞ്ഞല്ലോ. ഈ മില്ലത്തൻ വാഹിദൻ എന്നതിൽ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, ചോദ്യം എത്രമാത്രം പ്രസക്തമാണ് എന്ന് അറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഈ സുന്നികളിൽ തന്നെ 3-4 വിഭാഗമുണ്ട്. അതുപോലെ പിന്നെ മുജാഹിദ് വിഭാഗവും അറിയപ്പെടുന്ന ഒരു 3 വിഭാഗം എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. മുജാഹിദ് ആദർശം ഫുള്ളായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അറിയുന്നതിന് 3 വിഭാഗമുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, ഇങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ ഈ 73-ൽ നമുക്ക് എണ്ണാൻ പറ്റുമോ, അതല്ലാതെ വേറെ പിന്നെ 73 വിഭാഗമാണോ ഉള്ളത് എന്നാണ് അറിയുന്നത്. അതായത് മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി മാറും എന്ന് ഹദീസിൽ പഠിപ്പിച്ചു. ഇന്ന് കാണുന്ന ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളൊക്കെ ഈ 73-ൽ നമുക്ക് അങ്ങനെ എണ്ണാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ എണ്ണാൻ പറ്റൂല. അതല്ല 73. ഇപ്പോൾ സുന്നി 1-2-3 വിഭാഗങ്ങൾ, മുജാഹിദ് 2-3 വിഭാഗങ്ങൾ, അങ്ങനെയൊക്കെ പാടല്ല 73 പറയുന്നത്. 73 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് 73 ആശയങ്ങളാണ്. ഒരു ആശയം ഒരു പക്ഷേ 10 ടീമിനടുത്തുണ്ടാവും. അതേ ടീമിന് വേറെ വിഷയത്തിൽ വേറെ ടീമിന് ആശയം ഉണ്ടാവും. അല്ലാതെ ഈ 73 സുന്നി, മുജാഹിദ്, ജമാഅത്ത് തമ്മിൽ ഇങ്ങനത്തെ 73 അല്ല. അതൊക്കെ ചില ഭൗതികമായ സൗകര്യങ്ങൾ മാത്രമാണ്. ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച സൗകര്യങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒക്കെയാണത്. ഒരു സംഘടനാ സംവിധാനത്തിന്റെ പേരിൽ മാത്രം അതൊരു വിഭാഗമായി അല്ലെങ്കിൽ അതൊരു 73 ഒരു എണ്ണം കൂട്ടി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതല്ല. അതുകൊണ്ടാണ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട്, അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന പേരിൽ. ത്വാഹിറുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു അഹ്ലുസുന്നയുടെ വലിയ ഒരു ആലിം, അദ്ദേഹം 1000 കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണ് അൽ ഫർഖു ബൈനൽ ഫിറഖ്. വ്യത്യസ്തമായ വിഭാഗങ്ങളെ വേർതിരിച്ച് അവരൊക്കെ ആശയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ്. ആ കിതാബിൽ അദ്ദേഹം അന്നുള്ള 72 സംഘങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട്. 72 സംഘത്തെ അന്ന് 1000 കൊല്ലം മുമ്പ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു, ഇതൊക്കെയാണ് ഈ പറഞ്ഞ പിഴച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായും അതിനുശേഷം ആ 1000 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പിന്നെ വേറെ എത്ര വന്നിട്ടുണ്ടാവും അതേപോലെ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം, ഇനി ഏതു സംഘം വന്നാലും അന്ന് എണ്ണിപ്പറഞ്ഞ ആ സംഘങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ആശയമായിരിക്കും ഇനി വരുന്നവൻ പറയാൻ. പുതിയ ആശയം പറയാണ്ടാവില്ല. അപ്പൊ ഇത് കേവലം പാർട്ടി ആയിപ്പോയി അല്ലെങ്കിൽ ഒരു സംഘടന ആളായിപ്പോയി, അതുകൊണ്ട് പോകാൻ ശരിയുടെ പക്ഷത്താണ് അല്ലെങ്കിൽ ഒരു തെറ്റായ ആളാണ് എന്നില്ല. നേരെ പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ ഉള്ളത്. ഇനി ചില ആളുകൾ ഈ വിഷയത്തിൽ അഹ്ലുസുന്നയിൽപ്പെട്ട ആളായിരിക്കും, പക്ഷെ ഒരു വിഷയത്തിൽ തെറ്റായ പാർട്ടിയുടെ നിലപാടുണ്ടാവും. അങ്ങനെ വരാം. 100% അഹ്ലുസുന്ന പ്രകാരം പോകുന്നവരുണ്ടാകും, അഹ്ലുസുന്നയോട് അടുത്ത് നിൽക്കുന്നവരുണ്ടാവും. അഹ്ലുസുന്നയാണ്, ചില വിഷയത്തിൽ അവർക്ക് അഹ്ലുസുന്നയുടെ നയമല്ല, അങ്ങനെ ഉണ്ടാവും. ചില മിക്കവാറും വിഷയത്തിൽ പഴിച്ചു പോയി, എന്നാൽ ചില വിഷയത്തിൽ അഹ്ലുസുന്ന നയമാണ്, അതുണ്ടാവും. അതൊക്കെ മനുഷ്യന്മാരിൽ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. അപ്പൊ നമ്മളെ കൂട്ടായ്മയെ പറ്റി നമ്മുടെ ഒരു നിയത്ത് എന്താണ്? 100% അഹ്ലുസുന്നയുടെ നയം അനുസരിച്ച് പോകണം എന്നതാണ്. ഏത് വിഷയത്തിലും അഹ്ലുസുന്നയുടെ നയം എന്താണോ അത് സ്വീകരിക്കുന്നതാണ്. ആ നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. ഒരു പക്ഷെ മറ്റു സംഘത്തെടുക്കുമ്പോഴോ ചിലപ്പോൾ അവരുടെ പകുതിയിലേറെ വിഷയങ്ങളിൽ അഹ്ലുസുന്നയായിരിക്കും. എന്നാൽ ഈ വിഷയത്തിൽ ആ നിലപാട് അഹ്ലുസുന്ന നിലപാടല്ല എന്ന് പറയാൻ പറ്റും. ആ വിഷയത്തിൽ അവർക്ക് മുഅ്തസില നിലപാടാണ്, ഈ വിഷയത്തിൽ മുർജിയാക്കളുടെ നിലപാടാണ്, ഈ വിഷയത്തിൽ ഖദരികളുടെ നിലപാടാണ്, ഈ വിഷയത്തിൽ ശിയാക്കളുടെ നിലപാടാണ് എന്ന് പറയും. ബാക്കി എല്ലാത്തിലോ ഒരു ശരിയായിരിക്കും. അശ്ശരികൾ 100% അഹ്ലുസുന്നയ്ക്ക് പുറത്താണോ? ഒരിക്കലുമല്ല. ചില വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ അസ്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ റൂട്ട് അഹ്ലുസുന്നയുടെ റൂട്ടല്ല. എന്നാ ബാക്കിയിലോ നിസ്കാരം ഒരു 5 വക്താണ്, നോമ്പ് വയ്ക്കുക, റമദാൻ മാസം നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് വയ്ക്കുക നിർബന്ധമാണ്, അവിടെയൊക്കെ അഹ്ലുസുന്ന നയമാണ്. എന്നാൽ വിശ്വാസരംഗത്ത് ചില വിഷയങ്ങളിൽ അഹ്ലുസുന്നയുടെ നിലപാടല്ല. എന്നാ മലക്കളുടെ വിശ്വാസം, മുർസലീങ്ങളുടെ വിശ്വാസം, ഇവിടെയൊക്കെയോ അതിന്റെ അസ്ലിയായ കാര്യത്തിലൊക്കെ അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. വിശദാംശങ്ങളിലോ പലയിടത്തും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ നിലപാട് അഹ്ലുസുന്ന നിലപാടല്ല എന്ന് പറയാം. ആവശ്യത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു നാട്ടിൽ അഹ്ലുസുന്ന ഇല്ലെങ്കിൽ അവിടെ അശ്ശരികൾ മാത്രമാണെങ്കിൽ ആ അശ്ശരികളാണ് അഹ്ലുസുന്നയോട് ഏറ്റവും അടുത്ത പറഞ്ഞ. അപ്പോൾ ആ ഒരു ആനുകൂല്യം മകച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ എപ്പോഴും എടുത്തു പറയാൻ കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിലും ഏത് വിഷയത്തിലും അഹ്ലുസുന്ന നിലപാടെന്താണോ അത് അതേപടി പൂർണ്ണമായും പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഇതുവരെയും ഉണ്ട്.
അത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ 100% അഹ്ലുസുന്നയാണ് പറയാൻ പറ്റും. എന്നാൽ ഒരു വിഷയത്തിൽ നമുക്ക് റൂട്ട് മാറിയാലോ, ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? ആ വിഷയത്തിൽ റൂട്ട് മാറി, ആ വിഷയത്തിൽ അഹ്ലുസുന്ന നിലപാടല്ല. അപ്പൊ ചില പണ്ഡിതന്മാരെ കുറിച്ച് പോലും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമാം റാസി റഹിമഹുല്ല, അദ്ദേഹം ഒരു കാലത്ത് ഫിലോസഫി ഗ്രീക്ക് തത്വചിന്തയുടെ പിന്നാലെ പോയി, തസവുഫ് സ്വീകരിച്ചു പോയി, അശ്ശരി റൂട്ടിൽ പോയി, അവസാനം വെച്ച് തൗബ ചെയ്തു മടങ്ങി. അബുൽ മആലി അൽ ജുവൈനി അദ്ദേഹം ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെട്ട ആളാണ്. ഇമാമുൽ ഹറമൈൻ, മക്കത്തും മദീനത്തും ദീൻ പഠിപ്പിച്ച ആളാണ് ഇമാമുൽ ഹറമൈൻ എന്ന് പേര്. 419 ജനിച്ച് 478 ഇമാം ജുവൈനി വഫാത്തായത്. പക്ഷേ അദ്ദേഹം ഒരുപാട് കാലം അശ്ശരിയില പോയി. അവസാനം വെച്ച് തന്റെ തെറ്റ് മനസ്സിലായി, അതിനൊക്കെ പിന്മാറി തൗബ ചെയ്തു മടങ്ങിയിട്ട് അദ്ദേഹം അഹ്ലുസുന്നയ്ക്ക് പോകുന്നതാണ്. അബുൽ ഹസൻ അശ്ശരി ആദ്യകാലത്തെ മുഅ്തസിലി ചിന്താഗതിക്കാരനായിരുന്നു. പിന്നെ ഇത് മാറി കുല്ലാബിയത്തിലേക്ക് പോയി, പിന്നെ ഇത് മാറി അഹ്ലുസുന്നയ്ക്ക് വന്നു. അതോടെ 100% അഹ്ലുസുന്നയ്ക്ക് മാറി. അതിന് മുമ്പോ പല വിഷയത്തിലും അഹ്ലുസുന്നയാണ്, ചില വിഷയത്തിൽ തെറ്റായ നിലപാടാണ്. അപ്പൊ നമുക്കൊരിക്കലും ഇന്ന പാർട്ടി ഒരു അഹ്ലുസുന്നയ്ക്ക് പുറത്ത്, ഈ സംഘടന ഒരു അഹ്ലുസുന്നയല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ അഹ്ലുസുന്നയാണ്. എല്ലാ മുജാഹിദ് സംഘടനകളും അഹ്ലുസുന്നയാണ്. പക്ഷേ 100% അഹ്ലുസുന്നയാണോ? അല്ല. അതാ വ്യത്യാസം. 100% അഹ്ലുസുന്ന പല വിഷയത്തിലും ഒരു നിലപാട് തെറ്റാണ്. മർക്കസുകാർ ഹദീസുകളൊക്കെ തള്ളിക്കളയുന്നു. എന്നാൽ എല്ലാ ഹദീസും തള്ളിയോ? ഇല്ല, ഒരുപാട് ഹദീസ് സ്വീകരിക്കുന്നുണ്ട്. 10,000 ഹദീസുകൾ സ്വീകരിക്കുന്നു, 1000 ഹദീസുകൾ തള്ളിക്കളയുന്നു. അപ്പൊ ആ വിഷയങ്ങളിൽ, സിഹർ വിഷയത്തിൽ, കണ്ണേറ് വിഷയത്തിൽ, ജിന്ന് വിഷയത്തിൽ, അതേപോലെ വിശ്വാസത്തിന്റെ പല മേഖലയിലും അവിടെ നിലപാട് മുഅ്തസിലി നിലപാടാണ് എന്ന് പറയാം. അല്ലാത്തവയിലോ? അല്ലാത്ത പലതും മുൽക്ക് ചെയ്യുന്ന നിലപാടുണ്ട്. അള്ളാഹുവിന്റെ സിഫാത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ സിഫാത്ത് വിഷയത്തിൽ അതിൽ നല്ലൊരു ഭാഗം സിഫാത്തിന്റെ കാര്യത്തിലും അഹ്ലുസുന്നയുടെ റൂട്ടാണ്. എന്നാൽ അള്ളാഹുവിന്റെ നുസൂൽ അതിലോ അഹ്ലുസുന്നയുടെ റൂട്ടല്ല. തഅ്വീൽ ചെയ്യുക, വ്യാഖ്യാനിക്കുക എന്ന അശ്ശരിയിലാണ് അവർ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോയത്. ഇത് ഏത് സംഘർക്കും ബാധകമാണ്. അവിടെ 73 ആകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ആ 73 പെട്ടതാണ് എന്ന് നമുക്ക് പറയാവതല്ല. ഇതിൽ പലർക്കും പല വിഷയത്തിലും ഇതിൽ പലതിനോടും സാദൃശ്യവും സാമ്യതയും ഒക്കെ ഉണ്ടായേക്കാം. അത് അവർക്ക് പറ്റിയ അബദ്ധമായിരിക്കാം. ആ അബദ്ധം തിരുത്താതെ പോയാൽ അള്ളാഹിന്റെ മുമ്പിൽ ശിക്ഷാർഹരാണ് അവർ. അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ ശിക്ഷക്ക് അർഹരാണ്. ശിക്ഷ കിട്ടുമോ ഇല്ലേ? അള്ളാഹു ശിക്ഷിക്കപ്പെടാൻ അർഹരാണ്. ശിക്ഷ ലഭിക്കുമോ ഇല്ലേ? അത് റബ്ബിന്റെ ഇഷ്ടമാണ്. അള്ളാഹു തആല മാപ്പ് നൽകിയാൽ രക്ഷപ്പെടും, മാപ്പ് നൽകിയില്ലെങ്കിലോ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ആ വിഷയത്തിലുള്ള നിലപാട് ശിക്ഷാർഹമായ നിലപാടാണ്, തെറ്റായ നിലപാടാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഓ നരകത്തിലാണോ? അള്ളാഹു അത് പറയാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ റൂട്ട് നരകത്തിലുള്ള റൂട്ടാണ്, ഈ നിലപാട് തെറ്റായ നിലപാടാണ് എന്ന് പറയാൻ പറ്റും. അത് തിരുത്താതെ അങ്ങനെ തന്നെ ജീവിതത്തിൽ പാലിച്ചു, അങ്ങനെ തന്നെ മരിച്ചുപോയി എങ്കിൽ നരകം ലഭിക്കാൻ അർഹതയുണ്ട്. പക്ഷെ ലഭിക്കുമോ ഇല്ലേ? അള്ളാഹു അത് റബ്ബിന്റെ ഫദ്ലും അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും ഈ മനുഷ്യന്റെ ചിലപ്പോൾ അറിവില്ലായ്മയും ആ മനുഷ്യന്റെ ഒരു അബദ്ധവും ആ മനുഷ്യന്റെ ഇഖ്ലാസും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തആല വല്ല മാപ്പ് നൽകുമോ? അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. ഇതാണ് പറയാൻ ബോധ്യപ്പെട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. അള്ളാഹു ഈ ഹദീസിൽ മാ അന അലൈഹിൽ യൗമ വാസ്ഹാബി എന്നും മാ അന അലൈഹി വാസ്ഹാബി എന്നും പറയുന്നുണ്ടല്ലോ. ഈ രണ്ട് വ്യത്യാസം എങ്ങനെ വന്നത്? ഹദീസ് 2 രൂപത്തിലും വന്നു. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ. മറ്റൊരു റിപ്പോർട്ടിൽ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ. അത് ഒന്ന് മറ്റൊന്നിനെ വിശദീകരിക്കുന്നു എന്ന് മാത്രം. രണ്ടും ഒന്ന് തന്നെയാണ്. നബിയുടെ കാലശേഷം സ്വഹാബികൾ റൂട്ട് മാറിപ്പോകോ? ഇല്ല. എന്നാൽ ചില ഫ്രൂഇയായ ചില വിഷയങ്ങളിൽ, അതിന് വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ സ്വഹാബത്തിൽ ഉണ്ടായേക്കാം. അപ്പൊ ഒന്നുകൂടി വ്യക്തമാണ്, ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏത് വഴിയിലാണോ ആ വഴിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അവ്യക്തതയും ഇല്ല. ആ വഴിയിൽ പിന്നെ സ്വഹാബികൾ പഴിച്ചിട്ടുണ്ടോ? ഇല്ല, പഴിച്ചിട്ടില്ല. ഫിഖ്ഹിയായ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയത്തിലോ അതേപോലെ ചില നിലപാടുകളിലോ അതിന്റെ മൈന്യൂട്ടായ തലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സ്വഹാബത്തിന്റെ 2-3 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായങ്ങളൊക്കെ മിക്കവാറും അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാം സ്വീകരിക്കാൻ പറ്റിയതാണ്, എല്ലാം സ്വീകരിക്കാൻ പറ്റിയതാണ്. എന്നാൽ മുജ്തഹിദീങ്ങൾ, ഗവേഷകന്മാർ എന്ന നിലക്ക് സംഭവിച്ച പോലെ ചില അബദ്ധങ്ങൾ ഉണ്ടായേക്കാം. അത് അബദ്ധം വന്ന് ഉറപ്പായാലോ ആ അബദ്ധം സ്വീകരിക്കേണ്ടതുമില്ല. അത്രയും അർത്ഥമുള്ളൂ. ഈ 2 ഹദീസും ഏകദേശം ഒരേ ആശയമാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് മാത്രം. അല്ലാഹു അഅലം.